അത് ശക്തമായി തിരിച്ചടിക്കണം. കാരണം പാവപ്പെട്ട നിരപരാധികളെ ഇവിടുന്ന് ടൂർ എന്ന് പറഞ്ഞാൽ അവിടെ പോയി രാജ്യം കാശ്മീർ കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്, പാവപ്പെട്ടവരാണ്, ഏത് ജാതിക്കാരായാലും. പക്ഷെ അവരെ നല്ല തിരിച്ചടി കൊടുക്കണം എൻ്റെ അഭിപ്രായത്തിൽ. ഇന്ത്യ താമസിച്ചു പോയി, ഇത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടിയിരുന്നു. ഇത്രയും ലേറ്റായി പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല തിരിച്ചടിക്കണം. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് തന്നെ തുടച്ചു മാറ്റി കാണണം. കാരണം മൊത്തം തീവ്രവാദികളാണ്. ഈ മേലിൽ ഇതുപോലെ തീവ്രവാദ ആക്രമണം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി അവർക്ക് വ്യക്തമായ മറുപടി കൊടുത്തേ മതിയാവുള്ളൂ, നിർബന്ധം. ഈ ഇന്ത്യയിലേക്ക് പോലും ഭീകരാക്രമണമായിട്ട് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടായത് ആ രീതിയിലായിരിക്കണം തിരിച്ചടി. കൊടുത്ത മറുപടി പോരാന്നാണ് ഉദ്ദേശം. ഇനി അതിനെ ശക്തമായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. സന്തോഷത്തിലല്ല അടി തുടങ്ങിയെന്ന് കേട്ട് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നത് ഉണ്ടാവില്ല. അവർ യാതൊരു സംശയം വേണ്ട, അവരിനി ഉണ്ടാവില്ല. കഴിഞ്ഞവർ ഒരു കാട്ടിലൊരു സിംഹം ഉണ്ടെങ്കിൽ അതൊന്ന് ഒറ്റയ്ക്കായിരിക്കും അടിക്കുക. അതേപോലെ തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനെ അടിച്ച് നിരമ്പരശാക്കിയിരിക്കും. ഇനിയിപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വന്ന് നമ്മളോട് എന്ത് ചെയ്യണ്ടെങ്കിൽ ഒരു പേടി ഉണ്ടാവുമല്ലോ, തിരിച്ചടി കിട്ടും എന്നുള്ളത്. അപ്പം സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഇത്ര കാലം. എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ജസ്റ്റ് തീരും. പക്ഷെ ഇപ്പം വാറായിട്ട് മുന്നോട്ട് പോവാണ്. ഇപ്പോൾ സന്തോഷം. കല്യാണം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസമായ കുട്ടി അവരെ മുമ്പിൽ വെച്ചിട്ടാണ് ഭർത്താക്കന്മാരെ കൊല്ലുന്നത്. അത് സഹിക്കാൻ പറ്റുമോ ഒരു പെണ്ണുങ്ങൾക്കും? അപ്പം തിരിച്ചടിക്കണം, തീർച്ചയായിട്ടും തിരിച്ചടിക്കണം. അവരെ തിരിച്ചടിച്ച് നശിപ്പിക്കണം എന്നാണ് പറഞ്ഞത്, ഭീകരവാദികളെ. അല്ലാതെ ഇനി വേണ്ട, അവർ വേണ്ട. അത്രക്കും സങ്കടം ഉണ്ടായിരുന്നു ഞമ്മക്കത് കേട്ടിട്ട്. സൂപ്പറായിട്ടുണ്ട്, ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ പറയുന്നത് എന്താ അറിയോ, ഞങ്ങളെയും കൊല്ലുന്ന സ്ത്രീകൾ പറയുമ്പോൾ പറയാം വേണ്ട, മോദീൻ്റെ അടുത്ത് പോയി പറയാൻ, നിങ്ങളെ വെച്ചിട്ട് വേണം മോദി ഇതറിയാമെന്ന്. നമ്മൾ ആരെയോ അങ്ങോട്ട് ആക്രമിക്കൂല ഇന്ത്യക്കാർ. ലോക സമസ്ത സുഖിനോ ഭവന്തു, അതിഥി ദേവോ ഭവ എന്ന് പറയുന്നവരാണ് നമ്മൾ. അങ്ങനത്തെ നമ്മളാക്രമിച്ചാൽ തിരിച്ച് തീർച്ചയായിട്ടും നമ്മൾ ആക്രമിക്കണം. അതിൽ സന്തോഷം. നടത്തിയ ഓപ്പറേഷന്റെ പേരറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, ഓപ്പറേഷൻ സിന്ദൂർ. സിന്ദൂർ, ആ വരി. അത് പെണ്ണുങ്ങളെ സിന്ദൂരം മായ്ച്ചത് കൊണ്ടായിരിക്കും അല്ലേ ആ പേര്? അതെന്താ വെച്ചാൽ നന്നായതാണ്. ആ ഇന്ത്യ തിരിച്ചടിച്ച് നിങ്ങൾ ആ സംസാരിച്ചപ്പോൾ തന്നെ രോമങ്ങൾ ഒരു കുളിർമ വന്നിട്ട് അങ്ങനെ ആയിക്കണം. അതിന് ഒരു മേലാൻ ഇങ്ങോട്ട് ഒന്നിനും വരരുത്. അതാണ് ചെയ്യേണ്ടത്. ശരിക്കും നന്നായതാണ്. അഭിമാനമാണ് നമുക്കൊരു അഭിമാനമുണ്ട്. ഇന്ത്യക്ക് കരുത്തുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. അത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. തിരിച്ചടിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്നാലും ഒന്നും കൂടി തിരിച്ചു കൊടുക്കാനാണ് എനിക്ക് തീരുമാനം. നമ്മൾ എവിടേക്ക് എത്തിക്കഴിഞ്ഞാലും നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ, അതിനുവേണ്ടി എന്തായാലും കൊടുക്കണമെന്നാണ് എൻ്റെ തീരുമാനം.